ഇന്ന് നമുക്ക് പറത എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പാടത്തി എന്നൊരു കുഞ്ഞു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു വിശ്വാസമുണ്ട്. ഗ്രാമത്തിലാണെങ്കിൽ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ, അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ മുഖം ഒരു തുണി കൊണ്ട് മറയ്ക്കണം. അവരതിനെ പറത എന്നാണ് പറയുന്നതും. ആ ഒരു തുണി കൊണ്ട് മറച്ചു കഴിഞ്ഞാൽ ജീവിതകാലത്ത് ഒരിക്കലും അവർക്ക് അവരുടെ മുഖം പുറത്തു കാണിക്കാനേ പറ്റില്ല. അവരുടെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, പിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ, അവരല്ലാതെ മറ്റാർക്കും തന്നെ മുഖം കാണിക്കുവാനേ പാടില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മുഖം പുറത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് മരണമുറപ്പാണ്. അങ്ങനെയുള്ള ഗ്രാമത്തിലാണ് നമ്മുടെ കഥാനായിക സുബ്ബു ജനിച്ചു വളർന്നതും. അവളുടെ മുഖവും മൂടിയിരിക്കുകയാണ്. ഇതുവരെയും അവളുടെ അച്ഛനല്ലാതെ ബാക്കി ആരും തന്നെ അവളുടെ മുഖം കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സുബ്ബു ആണെങ്കിലോ ആ ഗ്രാമത്തിൽ തന്നെ രാജേഷ് എന്ന പയ്യനുമായി പ്രണയത്തിലാകുന്നു. അവനുമായിട്ട് വിവാഹം ഉറപ്പിച്ച് വിവാഹം നടക്കുന്നതിന് 5 ദിവസം മുൻപ് അവളുടെ മുഖത്തെ ആ ഒരു തുണി കാറ്റടിച്ച് പറന്നു പോവുകയാണ്. അതോടുകൂടി സുബ്ബു നേരിടേണ്ടി വരുന്നതോ പല പല പ്രശ്നങ്ങളായിരുന്നു. സുബ്ബുവിന് മരണം സംഭവിച്ചോ? എന്തായിരിക്കും ആ ഒരു പർദ്ദയ്ക്ക് പിന്നിലെ കഥ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ പാടത്തി എന്ന മനോഹരമായ ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ ജ്വാലാംബിക ദേവി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു. ഗ്രാമവാസികളുടെ പ്രധാന ആരാധനാ ക്ഷേത്രമാണ് ജ്വാലാംബിക ദേവിയുടെ ക്ഷേത്രം. അവിടെ എത്തുന്ന സ്ത്രീകളെല്ലാം മുഖം മറച്ചിട്ടുണ്ട്. അതിലൊരാളാണ് നമ്മുടെ കഥാനായികയായ സുബ്ബു. ഗ്രാമത്തിലൊരു നിയമമുണ്ട്. അവിടെ ജനിക്കുന്ന പെൺകുട്ടികളെല്ലാം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മുഖം മറയ്ക്കണമത്രേ. വീട്ടിലുള്ള അച്ഛനും അമ്മയും സഹോദരങ്ങളും പിന്നെ വിവാഹം കഴിക്കുന്ന പുരുഷനും മാത്രമേ മുഖം കാണാൻ പാടുള്ളൂ എന്നുണ്ട്. സുബ്ബുവും ഉത്സവത്തിനെത്തുകയാണ്. സുബ്ബുവിന്റെ കുട്ടിക്കാലത്തെ അമ്മ മരിച്ചുപോയി. അച്ഛനാണ് അവളെ വളർത്തിയതും. അച്ഛന് തയ്യൽ ജോലിയാണ്, ഒപ്പം മുഖം മറയ്ക്കുന്ന പർദ്ദയും വിൽക്കുന്നുണ്ട്. ആ നാട്ടിലെ രാജേഷ് എന്ന പയ്യനുമായിട്ട് സുബ്ബുവിന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്. ഉത്സവത്തിന് പാവക്കൂത്ത് നടക്കുകയാണ്. ഗ്രാമത്തിന്റെ കഥയാണതിൽ കാണിക്കുന്നതും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഗ്രാമത്തിൽ ജ്വാലാംബിക എന്നൊരു പൂർണ്ണ ഗർഭിണി ഉണ്ടായിരുന്നു. ജ്വാലാംബിക അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ചെറിയ രീതിയിൽ ഫൈറ്റ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഒരിക്കൽ തന്റെ സ്റ്റുഡൻസിൽ ഒരാളെ പാമ്പ് കടിക്കുകയായിരുന്നു. രാത്രിക്ക് രാത്രി തന്നെ കുട്ടിയെ കുതിരപ്പുറത്തിരുത്തി വൈദ്യനടുത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ജ്വാലാംബിക. പോകുന്ന വഴിയിൽ വെച്ച് ജ്വാലാംബികയെ കാളവണ്ടിയിൽ വന്ന 4 പുരുഷന്മാർ തടയും. പൂർണ്ണ ഗർഭിണിയായ നീ കുതിരപ്പുറത്ത് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരുടെ കാളവണ്ടിയിലേക്ക് വിളിക്കുന്നു. കുട്ടിയുടെ ജീവൻ പ്രധാനമായതുകൊണ്ട് തന്നെ കാളവണ്ടിയിലേക്ക് കയറിയ ജ്വാലാംബികയെ മറ്റൊരു സ്ഥലത്തേക്കാണ് അവർ കൊണ്ടുപോയത്. എന്നിട്ട് അവളെ ക്രൂരമായി റേപ്പ് ചെയ്യും. ഫൈറ്റ് അറിയാവുന്ന ജ്വാലാംബിക തടയാനൊക്കെ നോക്കിയെങ്കിലും നടന്നില്ല. ഒടുവിൽ അവർ ജ്വാലാംബികയെ വെറുതെ വിട്ടാൽ ശരിയാകില്ല എന്ന് കരുതി ജീവനോട് തീ കൊളുത്തും. എന്നാൽ അവൾ 4 പേരുടെയും ദേഹത്തേക്ക് തീ പടർത്തിയിട്ട് അവിടെ നിന്നും ഓടിപ്പോയി അടുത്തുണ്ടായിരുന്ന കിണറ്റിൽ ചാടി മരണപ്പെടുന്നു. ജ്വാലാംബികയുടെ മരണശേഷം ആ ഗ്രാമത്തിൽ ജനിക്കുന്ന കുട്ടികളെല്ലാം ജനിച്ച ഉടനെ തന്നെ മരിക്കുന്നു. ജ്വാലാംബികയുടെ ശാപമാണെന്നും ജ്വാലാംബികയുടെ ദേഷ്യം എങ്ങനെയെങ്കിലും ശമിപ്പിച്ചില്ല എങ്കിൽ ശരിയാകില്ലെന്ന് മനസ്സിലായ ഗ്രാമവാസികളാണെങ്കിലോ അതിനു വേണ്ടിയിട്ട് പൂജയും ആരംഭിച്ചു. പൂജ കഴിയാറായ ദിവസം എവിടെ നിന്നോ ഒരു തുണി പറന്നു വന്ന് ജ്വാലാംബികയുടെ വിഗ്രഹത്തിന്റെ മുഖം മറച്ചു. അതേസമയം തന്നെയായിരുന്നു ഗ്രാമത്തിലൊരു പെൺകുഞ്ഞ് ജനിച്ചതും. അതോടെ ജ്വാലാംബികയുടെ ദേഷ്യം ശമിച്ചുവെന്നും ദേഷ്യം ശമിക്കാൻ കാരണം ആ ഒരു തുണി മുഖം മറച്ചതിനാലാണെന്നും ഗ്രാമവാസികൾ വിശ്വസിക്കുവാൻ തുടങ്ങി. അതോടെ ഗ്രാമത്തിൽ ഒരു റൂൾസ് കൊണ്ടുവരികയാണ്. ഗ്രാമത്തിൽ ജനിക്കുന്ന പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മുഖം മറയ്ക്കണം, മറ്റാരെയും കാണിക്കാൻ പാടില്ല എന്നുണ്ട്. അതെല്ലാവരും കൃത്യമായി ആചരിച്ചു പോവുകയും ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് കൂട്ടുകാരിക്കൊപ്പം പാടത്തിരുന്ന് വിവാഹകാര്യമൊക്കെ ചർച്ച ചെയ്യുകയാണ് സുബ്ബു. ഇനി ഒരു 5 ദിവസം മാത്രമേ ഉള്ളൂ വിവാഹത്തിന്. പാടത്തൊക്കെ ആടിപ്പാടി ഓടി നടക്കവേ ഒരു വലിയ കാറ്റടിച്ച് സുബ്ബുവിന്റെ മുഖത്ത് തുണി പറന്നുപോയി. അപ്പോഴാണ് സുബ്ബുവിന്റെ മുഖം കൃത്യമായി കാണിക്കുന്നതും. മുഖം പുറത്ത് കാണിക്കാതിരിക്കണം എന്നുണ്ടല്ലോ. ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി ഉടനെ തന്നെ വെപ്രാളപ്പെട്ട് സുബ്ബു ആ ഒരു തുണിയെടുത്ത് മുഖം മറച്ച് കൂട്ടുകാരിക്കൊപ്പം വീട്ടിലേക്കും പോകുന്നു. സുബ്ബുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് സിറ്റിയിൽ നിന്നും സുബ്ബുവിന്റെ ആന്റി രത്ന ഗ്രാമത്തിലേക്ക് വരികയാണ്. അമ്മ മരിച്ചതിന് ശേഷം സുബ്ബുവിനെ കുറച്ചുനാളൊക്കെ വളർത്തിയത് ആന്റിയായിരുന്നു. രത്നയ്ക്കാണെങ്കിലോ ആ ഗ്രാമത്തിലെ ആചാരവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതേസമയം ആ ഗ്രാമത്തിലെ ഒരു കുട്ടി പ്രായപൂർത്തിയാകും. അവൾക്ക് ഇഷ്ടമല്ലാതെ അവളുടെ മുഖത്ത് ആ ഒരു തുണി മൂടുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ഇതേപോലെ സുബ്ബുവിന്റെ ചടങ്ങിൽ വെച്ചാണ് സുബ്ബുവും രാജേഷും പ്രണയത്തിലായതും. ഇപ്പോഴത്തെ വിവാഹം വരെ എത്തിയിരിക്കുകയാണ്. വിവാഹ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. പയ്യന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്.
എന്തെന്നാൽ സുബുവിന്റെ കവർ ഫോട്ടോയുള്ള ഒരു മാഗസിൻ പയ്യന്റെ വീട്ടുകാർക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ വിവാഹവും വേണ്ടെന്ന് വെക്കും. അന്ന് പാടത്ത് വെച്ച് സുബുവിന്റെ മുഖത്ത് തുണി മാറിയപ്പോൾ ആരോ അവൾ അറിയാതെ ഫോട്ടോ എടുത്തിരുന്നു. ആ ഒരു ഫോട്ടോഗ്രാഫർ കാരണമാണ് ദേ ഇന്ന് സുബുവിന്റെ വിവാഹവും മുടങ്ങിയിരിക്കുന്നതും. രാജേഷ് ഗ്രാമവാസികളോടൊക്കെ ഇതിൽ സുബുവിന്റെ തെറ്റൊന്നുമില്ല, ഏതോ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തതാ, ഞാൻ അയാളെ കണ്ടുപിടിച്ച് കൊണ്ടുവരാം, എങ്ങനെയെങ്കിലും വിവാഹം നടത്തണമെന്നൊക്കെ കെഞ്ചി പറയുമ്പോഴും ആരും തന്നെ ഈ ഒരു വിവാഹം നടത്തുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഗ്രാമവാസികൾ പറയുന്നത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആചരിച്ചു വരുന്ന ആചാരമാ, ഒരു പെൺകുട്ടിയുടെ പോലും മുഖത്തെ തുണി മാറാൻ പാടില്ല. അങ്ങനെ മുഖം എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ജ്വാലാംബിക ദേവിയുടെ ശാപത്തിനിരയാകും എന്നൊക്കെ തന്നെ നാട്ടുകാർ പറയുന്നു. അവിടെ ഒരു ഗർഭിണി പെണ്ണുണ്ട്, അത് സുബുവിന്റെ കൂട്ടുകാരി കൂടിയാണ്. അവൾക്കും അവളുടെ ഭർത്താവിനും നല്ല ടെൻഷൻ. കാരണം സുബു കാരണം ഇനി ജ്വാലാംബിക ദേവിയുടെ ശാപത്തിന് എല്ലാവരും ഇരയായി അവളുടെ കുഞ്ഞ് മരിച്ചു പോയാലോ, അതിനു വേണ്ടിയിട്ട് എന്ത് പ്രായശ്ചിത്തം ചെയ്യുവാനായിട്ടും അവർ തയ്യാറാവുകയാണ്. ജ്വാലാംബിക ദേവിയുടെ ശാപമേൽക്കാതിരിക്കാനായിട്ട് ഗ്രാമവാസികൾ പറഞ്ഞ പരിഹാരം എന്തെന്നാൽ, ഏത് കിണറ്റിലാണോ ജ്വാലാംബിക ചാടി ആത്മഹത്യ ചെയ്തത് അതേ കിണറ്റിൽ തന്നെ സുബുവിനെ ജീവനോടെ കെട്ടിയിറക്കി സമാധിയാക്കുക എന്നത്. ഇത് കേട്ടതും രാജേഷും രത്നയും ഒക്കെ ഞെട്ടിപ്പോകുന്നു. അവരിതിനെ എതിർക്കും. രത്ന പറയുന്നത്, നിങ്ങൾ ഏത് കാലത്താ ജീവിക്കുന്നത്, അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ താൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്നും രത്ന പറയുന്നു. എന്നാൽ അത് കേട്ട് ഗ്രാമവാസികൾ പറയുന്നതോ, നീ അങ്ങനെ വല്ലതും ചെയ്യാനായിട്ട് മുതിർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ ഈ ഗ്രാമം വിട്ട് ജീവനോടെ പോകില്ല എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. അതോടുകൂടി രത്നയ്ക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെ പൗർണമി ദിവസം സുബുവിനെ കിണറിലേക്ക് ഇറക്കി സമാധിയാക്കുവാനായും പോവുകയാണ്. സുബു അതിനു വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് റെഡിയായി നിൽക്കുകയാണ്. അവസാനമായിട്ട് സുബു ജ്വാലാംബിക ദേവിയുടെ മുന്നിൽ വന്നിട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും തന്നെ ഇതിൽ നിന്നും രക്ഷിക്കണമെന്ന് അവൾ ജ്വാലാംബിക ദേവിയോട് അപേക്ഷിച്ചിട്ടാണ് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാനായും പോകുന്നത്. അങ്ങനെ ആ ഒരു കിണറ്റിലേക്ക് സുബുവിനെ ഇറക്കുകയാണ്. സുബു കിണറ്റിലെ വെള്ളത്തിൽ മുങ്ങി താന്നു പോകുന്നതെല്ലാം ഗ്രാമവാസികളെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. രാജേഷ് ആണെങ്കിലും അലറി കരയുകയായിരുന്നു. അതേസമയമായിരുന്നു ജ്വാലാംബിക ദേവിയുടെ മുന്നിൽ കത്തിച്ചു വെച്ചിരുന്ന വിളക്കെല്ലാം അണഞ്ഞത്. അത് കാണുന്ന ഒരു സ്ത്രീ ജ്വാലാംബിക ദേവിക്ക് ഇതിന് താല്പര്യമില്ലെന്നാ തോന്നുന്നത്, എത്രയും വേഗം അവളെ മുകളിലേക്ക് കയറ്റുവാനായും പറയുന്നു. ഉടനെ തന്നെ സുബുവിനെ മുകളിലേക്ക് കയറ്റുകയാണ്. അതോടുകൂടി ആ ഒരു ചടങ്ങും അവിടെ അവസാനിച്ചു. എന്നാൽ ഗ്രാമത്തിലുള്ള ഗ്രാമത്തലവനടക്കം കുറച്ചുപേർ പറയുന്നത്, എന്തായാലും കാറ്റടിച്ചായിരിക്കാം വിളക്കണഞ്ഞിട്ടുണ്ടാവുക എന്നും പറഞ്ഞ് നമ്മൾ ഈ ചടങ്ങ് വേണ്ടെന്ന് വെക്കണ്ടല്ലോ, അവളെ വീണ്ടും സമാധിയാക്കാമെന്ന് തന്നെ ജനങ്ങളിരുന്ന് പറയുന്നു. അതേസമയം തന്നെ രാജേഷക്ക് ഇതിനെ എതിർക്കുകയാണ്. ആ ഗ്രാമത്തിൽ തന്നെ ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടല്ലോ. ഗ്രാമവാസികളെല്ലാം പഞ്ചായത്ത് കൂടിയ സമയത്ത് ആ ഒരു ഗർഭിണിയുടെ ഹസ്ബൻഡ് വന്ന് പറയുന്നത്, ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ കുഞ്ഞാണ് പ്രധാനമെന്ന്. അത് കേട്ടതും ഗ്രാമത്തലവൻ പറയുന്നത്, എന്തായാലും ആ സ്ത്രീ പ്രസവിക്കുവാനായിട്ട് 3 ആഴ്ച സമയമുണ്ട്. ഈ 3 ആഴ്ചക്കകം സുബു നിരപരാധിയാണെന്ന് തെളിയിക്കണം. അതിന് ആ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് അവൾ അറിയാതെയാണ് അവളുടെ ഫോട്ടോ എടുത്തതെന്ന് പറയണം. എങ്കിൽ മാത്രമേ ഈ ഒരു തീരുമാനത്തിൽ നിന്നും അവരെല്ലാവരും പിന്നോട്ടുള്ളൂ എന്ന് തന്നെ പറയുന്നു. അങ്ങനെ 3 ആഴ്ചയാണ് സുബുവിന് കൊടുത്തിരിക്കുന്ന സമയം. രാജേഷും സുബുവും ചേർന്ന് ഫോട്ടോഗ്രാഫറിനെ അവിടെ ആകെ അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഫോട്ടോഗ്രാഫർ അവിടെ നിന്നും ഹിമാചൽ പ്രദേശിലേക്ക് പോയ കാര്യം അറിഞ്ഞതും. ഉടനെ തന്നെ സുബുവും രാജേഷും ചേർന്ന് ഹിമാചൽ പ്രദേശിലേക്ക് പോകുവാനായും തീരുമാനിച്ചു. അപ്പോഴാണ് ഗ്രാമവാസികൾ രാജേഷിനെ തടയുന്നതും. ഇതിനെല്ലാത്തിനും കാരണം അവളല്ലേ, അവൾ മാത്രം പോയാൽ മതി, 3 ആഴ്ചക്കകം ഫോട്ടോഗ്രാഫറിനെ കണ്ടുപിടിച്ചുകൊണ്ട് അവൾ വരട്ടെ എന്നും ഗ്രാമവാസികൾ പറഞ്ഞു. മറുത്തൊന്നും പറയാതെ സുബു അവിടെ നിന്നും ഒറ്റയ്ക്ക് പോകുവാനായും ഇറങ്ങുകയാണ്. അത് കണ്ടിട്ട് സഹിക്കാനാകാത്ത രത്നയാണെങ്കിലോ തന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് തന്റെ ഗ്രാമത്തിലുള്ള ഒരു ആന്റിക്ക് വയ്യ, അതുകൊണ്ട് ഇവിടെ നിന്നേ പറ്റൂ എന്ന് കള്ളം പറഞ്ഞ് ഉടനെ തന്നെ സുബുവിനൊപ്പം പോകുന്നു. രത്നയ്ക്കും സുബുവിനും എങ്ങനെ അന്വേഷിക്കണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എന്നൊന്നും തന്നെ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ രത്ന തന്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് അവളുടെ മകളോട് തങ്ങളെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കും. രത്നയുടെ കൂട്ടുകാരിയുടെ മകളായിട്ടുള്ള അമിഷ്ട ഒരു എഞ്ചിനീയർ ആണ്, മാത്രമല്ല നല്ല ബോൾഡാണ്, കൂടാതെ ഫെമിനിസ്റ്റും കൂടിയാണ്. ഇവൾക്ക് ലോകം ചുറ്റി നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ സഹായിക്കുമോ എന്ന് രത്ന ചോദിക്കുന്നതും. എന്നാൽ ഈ പെൺകുട്ടി എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ജോലിയുടെ സ്ട്രെസ്സും ഉണ്ടായിരുന്നു. അവളുടെ അമ്മ വിളിച്ചിട്ട് ഇവരെ സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൾ വല്ലാതെ ദേഷ്യപ്പെട്ടാണ് കോൾ കട്ട് ചെയ്യുന്നതും. ജോലിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അമിഷ്ട. അതേ സമയത്തായിരുന്നു അമിഷ്ടയ്ക്ക് കിട്ടേണ്ട പ്രോജക്റ്റ് മറ്റൊരു പയ്യന് കൊടുത്തതും. ആ ഒരു ദേഷ്യത്തില് അമിഷ്ടയാണെങ്കിലോ സുബുവിനെയും രത്നയെയും സഹായിക്കുവാനെയും തീരുമാനിച്ചു. അങ്ങനെ അവർക്കടുത്തേക്ക് പോവുകയാണ്.
സുബുവിന്റെ ആവശ്യം എന്താണെന്ന് രത്ന അമിഷ്ടയോട് പറയുകയുണ്ടായി. എന്നാൽ സുബുവിന്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അമിഷ്ട പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയും ഒരു ഗ്രാമമോ? അതെന്താ പെൺകുട്ടികളൊക്കെ മുഖം കാണിച്ചാല് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അമിഷ്ട കളിയാക്കുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് സുബ്ബു ചോദിക്കുന്നു. ഇല്ല എന്നായിരുന്നു അമിഷ്ടയുടെ മറുപടി. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകൂ എന്നും സുബ്ബു ദേഷ്യപ്പെടുകയാണ്. എന്നാൽ വീണ്ടും വീണ്ടും സുബ്ബുവിന്റെ നാട്ടിലെ ആചാരങ്ങളെയൊക്കെ അമിഷ്ട വല്ലാതെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. അതൊന്നും സുബ്ബുവിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. അന്നേ ദിവസം അവർ താമസിക്കുവാനായിട്ട് ഒരു ചെറിയൊരു ഹോട്ടൽ ബുക്ക് ചെയ്യും. അവിടെ എത്തുന്ന സമയത്തും സുബ്ബു വല്ലാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. കാരണം 3 ആഴ്ച കൂടി അവൾക്കിനി സമയമുള്ളൂ. അതിനു മുൻപായിട്ട് ആ ഒരു ഫോട്ടോഗ്രാഫറിനെ കണ്ടെത്തണം. സങ്കടപ്പെട്ടിരിക്കുന്ന സുബ്ബുവിനടുത്തേക്ക് അമിഷ്ട എത്തുകയാണ്. അവളോട് സംസാരിക്കുന്ന സമയത്താണ് സുബ്ബു ഏതവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അമിഷ്ടയ്ക്ക് മനസ്സിലാകുന്നതും. 3 ആഴ്ചയ്ക്കകം താൻ ആ ഫോട്ടോഗ്രാഫറിനെ കണ്ടെത്തി തന്റെ നിരപരാധിത്വം തെളിയിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്റെ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് തന്നെ കൊന്നുകളയുമെന്നും സുബ്ബു അമിഷ്ടയോട് പറയുന്നു. മാത്രമല്ല തന്റെ അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നും തന്റെ കല്യാണം വരെ ഉറപ്പിച്ചിട്ട് അത് മുടങ്ങിപ്പോയി എന്നുള്ള കാര്യമെല്ലാം അറിയുന്ന സമയത്തും സുബ്ബുവിന്റെ അവസ്ഥയോർത്ത് അമിഷ്ടയ്ക്ക് സങ്കടം തോന്നുന്നു. അതുകൊണ്ട് തന്നെ സുബ്ബുവിനെ സഹായിക്കുവാനായിട്ടും അമിഷ്ട തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ അവർ ഫോട്ടോഗ്രാഫറിനെ അന്വേഷിച്ച് യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിയിൽ വെച്ച് നല്ല ബ്ലോക്ക് ആയിരുന്നു. അതേസമയം തന്നെ വഴിയിൽ എന്തോ ചെറിയ ആക്സിഡന്റ് പോലെയൊക്കെ സംഭവിച്ചപ്പോൾ അത് നോക്കുവാനായിട്ട് അമിഷ്ട പുറത്തേക്കിറങ്ങി. ആ സമയമെല്ലാം സുബ്ബു ആണെങ്കിലോ അമിഷ്ടയുടെ ഫോൺ വഴി ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ആദ്യമൊന്നും കോൾ പോയില്ല. സുബ്ബു കുറെ തവണ വിളിച്ചിട്ടും റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും എടുക്കുന്നില്ല. എന്നാൽ അവസാനമായി വിളിച്ച സമയത്ത് കോൾ എടുക്കുകയുണ്ടായി. എന്നാൽ ഫോട്ടോഗ്രാഫറിനോട് എന്ത് പറയണമെന്ന് സുബ്ബുവിന് അറിയത്തില്ല. അവൾ വല്ലാതെ നിന്ന് പരിങ്ങുന്ന സമയത്തായിരുന്നു അമിഷ്ട തിരിച്ച് കാറിലേക്ക് കയറുവാനായി വന്നതും. ദേ ആ ഫോട്ടോഗ്രാഫർ കോൾ എടുത്തു, അയാൾ എവിടെയാണുള്ളത് ചോദിക്കുമോ എന്ന് പറഞ്ഞിട്ട് സുബ്ബു ഉടനെ അമിഷ്ടയ്ക്ക് ഫോൺ കൊടുക്കും. എന്നാൽ അമിഷ്ട സംസാരിക്കുവാനായി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അയാൾ കട്ട് ചെയ്തിരുന്നു. വീണ്ടും വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല. അങ്ങനെ അവരുടെ പ്രതീക്ഷ വീണ്ടും നഷ്ടമാവുകയാണ്. അടുത്ത ദിവസം തന്നെ സുബ്ബുവിന് നാട്ടിൽ നിന്ന് കോൾ വരും. ആ ഗർഭിണിയായ സ്ത്രീയായിരുന്നു വിളിച്ചത്. സുബ്ബു, എനിക്ക് പേടിയാകുന്നു. ഇനി ആകെ കുറച്ചുനാൾ കൂടിയേ ഉള്ളൂ. എനിക്കിതേ ഇപ്പോഴേ വയറുവേദന എടുക്കുന്നു. നീ എന്തെങ്കിലും ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് അവർ കരയുന്നതും. അതെല്ലാം കേട്ട് സുബ്ബുവിന് വല്ലാതെ വിഷമമാകുന്നുണ്ട്. എന്നാൽ അടുത്ത ദിവസം തന്നെ വീണ്ടും സുബ്ബുവിന് ഒരു കോൾ വരികയാണ്. ആ ഒരു കോൾ എടുത്തതും സുബ്ബുവിന് താങ്ങാൻ കഴിയാത്ത വാർത്തയാണ് അവൾ കേട്ടത്. എന്തെന്നാൽ സുബ്ബുവിന്റെ കാമുകനായ രാജേഷ് അവന്റെ അച്ഛന്റെ നിർബന്ധപ്രകാരം മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാനായി പോവുകയാണെന്ന്. ആ ഒരു വിവരം അറിഞ്ഞതും സുബ്ബു ഉടനെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്ന് രാജേഷിനെ ഫോൺ വിളിക്കും. പക്ഷേ കോൾ എടുത്തത് രാജേഷിന്റെ അച്ഛനായിരുന്നു. രാജേഷിന്റെ അച്ഛൻ സുബ്ബുവിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി തന്നെ കല്യാണത്തിന്റെ ബഹളങ്ങളെല്ലാം അവൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. അത് കേട്ടതും സുബ്ബു പൊട്ടിക്കരയുകയാണ് ചെയ്തതും. അതേസമയം തന്നെ സുബ്ബു നിന്നതിനടുത്തായിട്ട് 4 പുരുഷന്മാരിരുന്ന് മദ്യപിക്കുകയായിരുന്നു. സുബ്ബുവിനെ കണ്ടതും അവർ സുബ്ബുവിനെ കടത്തിക്കൊണ്ടു പോവുകയാണ്. ഒരു വണ്ടിയിലിട്ടാണ് കൊണ്ടുപോകുന്നതും. പോകുന്ന വഴിയിൽ അവളെ റേപ്പ് ചെയ്യുവാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സുബ്ബുവിനെ അവർ കടത്തിക്കൊണ്ടു പോകുന്നത് കണ്ട അമിഷ്ടയും രത്നയും അവരുടെ വണ്ടിയിൽ സുബ്ബുവിനെ കൊണ്ടുപോകുന്നതിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ ഈ 4 പേരും ചേർന്ന് സുബ്ബുവിന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പർദ്ദ പോലത്തെ തുണിയില്ലേ, അത് വലിച്ചു കീറുവാനായും ശ്രമിക്കുന്നു. എന്താണോ ജ്വാലാംബികയ്ക്ക് നടന്നത് അതേ കാര്യം തന്നെയാണ് ദേ ഇപ്പോൾ സുബ്ബുവിന് നടക്കുവാനായും പോകുന്നത്. അവൾ ഒരു നിമിഷത്തേക്ക് ദേവിയെ മനസ്സിൽ വിചാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിലോ അവളുടെ മുഖത്തെ ആ ഒരു പർദ്ദ വലിച്ചു കീറും. അതേസമയം തന്നെയായിരുന്നു അമിഷ്ടയും രത്നയും ആ 4 പേരെയും ഫോളോ ചെയ്ത് പോകുന്നതും. ഇത് കണ്ട 4 പേരും ഇനി ഇവളെ കൊണ്ടുപോയാൽ ശരിയാകില്ല എന്ന് കരുതി ഉടനെ തന്നെ അവരുടെ വണ്ടിയിൽ നിന്നും അവർ വലിച്ചു പുറത്തേക്ക് എറിയുകയാണ്. സുബ്ബുവിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് കൊണ്ട് തന്നെ അവളുടെ ദേഹത്ത് ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ അമിഷ്ടയും രത്നയും ചേർന്ന് അവളെ ഹോട്ടലിലേക്ക് കൊണ്ടുവരും. എന്നാൽ സുബ്ബു മാനസികമായി തളർന്നിരുന്നു. സുബ്ബു ചിന്തിക്കുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ ഗ്രാമവാസികൾ പറഞ്ഞതെല്ലാം താൻ അനുസരിച്ചു, ദേവിയെ ആചരിച്ചു വന്നിരുന്നു. എന്നിട്ട് ഇന്നവൾക്ക് സംഭവിച്ചതെന്താ? ആരും അവളെ രക്ഷിച്ചില്ല. സ്ത്രീകൾ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അണിഞ്ഞിരുന്ന ആ ഒരു പർദ്ദ അവളെ രക്ഷിക്കുമെന്ന് കരുതിയിട്ടും അതുപോലും നടന്നില്ലല്ലോ എന്നോർത്താണ് അവൾ കരയുന്നതും. എന്നാൽ സുബ്ബുവിനെയാണെങ്കിലോ അമിഷ്ടയും രത്നയും ചേർന്ന് ഒരുപാട് സമാധാനിപ്പിക്കുന്നു. നീ നിന്റെ ജീവിതം ഒരിക്കലും കളയരുത്, നീ ഇതിൽ നിന്നെല്ലാം പുറത്തു വരണം. ഗ്രാമത്തിലെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഇത്തരം ഒരു പർദ്ദയും ധരിച്ച് അവളുടെ ജീവിതം അവൾ വെറുതെ പാഴിക്കളയരുത് എന്നൊക്കെ അമിഷ്ടയും രത്നയും അവളെ ഒരുപാട് ഉപദേശിക്കുന്നു. അടുത്ത ദിവസം തന്നെ വീണ്ടും ഫോട്ടോഗ്രാഫറിനെ അന്വേഷിച്ച് യാത്രയായി. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ച്
ആദ്യമായിട്ട് അവൾ സ്വമേധയ അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു തുണിയുണ്ടല്ലോ അത് ദൂരേക്ക് വലിച്ചെറിയുന്നു. കാറ്റിൽ ആ ഒരു പർദ്ദ പറന്നു പോവുകയാണ് ചെയ്യുന്നതും. അവൾ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. ആദ്യമായിട്ട് ആ ഒരു പർദ്ദയില്ലാതെ അവൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആ ഒരു സ്വാതന്ത്ര്യം അവൾ ആസ്വദിക്കുവാനായും തുടങ്ങി. തന്റെ ഗ്രാമത്തിൽ ഒരിക്കൽ ഇതുപോലെ പർദ്ദ ധരിക്കാതെ കയറണമെന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹവും. അത് അമിഷ്ടയോടും രത്നയോടുമൊക്കെ അവൾ പറയുകയും ചെയ്യുന്നുണ്ട്. അവൾ ആ ഒരു യാത്ര ഒരുപാട് എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിലോ സുബുവിന്റെ ഗ്രാമത്തിന്റെയും കാര്യങ്ങളൊക്കെ അറിയുകയാണ്. ഫോട്ടോഗ്രാഫറിന് ഒരുപാട് വിഷമമാകും. ഫോട്ടോഗ്രാഫർ മറ്റാരുമല്ല, ഗൗതം വാസുദേവ മേനോനായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ഈ ഒരു ഫോട്ടോയ്ക്കും സുബുവിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും അവൾ അറിയാതെ താൻ എടുത്തതാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് സുബുവിന് അയച്ചു കൊടുക്കുന്നു. ഈ ഒരു വീഡിയോ എങ്ങനെയെങ്കിലും ഗ്രാമത്തിൽ കൊണ്ടുവന്ന് കാണിക്കാനായിട്ടാണ് അമിഷ്ടയും രത്നയും പറയുന്നത്. മാത്രമല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഫോട്ടോഗ്രാഫറിനെയും കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക് പോകണമെന്നും കൂടി അവർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് കേട്ട് സുബു പറയുന്നത്, വേണ്ട, ഞാൻ എന്തായാലും ഈ ഒരു യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ പോവുകയാ. എനിക്കിവിടെ കുറേ കറങ്ങി നടക്കണം, ഈ ഒരു നാട് മുഴുവൻ കാണണമെന്നും അവൾ പറയുന്നു. സുബുവിന്റെ ആഗ്രഹങ്ങളെല്ലാം അമിഷ്ടയും രത്നയും സാധിച്ചു കൊടുക്കുവാനായും തീരുമാനിച്ചു. എവിടേക്ക് പോകണമെന്നെല്ലാം അവൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പോകുന്ന സ്ഥലങ്ങളെല്ലാം അവൾ ടിക്കറ്റ് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സന്തോഷമായിട്ട് സുബുവിന്റെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സുബുവിന്റെ ഗ്രാമത്തില് ആ ഗർഭിണിയായ പെൺകുട്ടിക്ക് പ്രസവ വേദന വന്നിരിക്കുകയാണ്. ഗ്രാമത്തലവൻ സുബുവിനെ വിളിച്ചിട്ട്, നീ എത്രയും വേഗം ഇവിടേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ കൊന്നുകളയുമെന്ന് വിരട്ടുന്നു. അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് സുബ്ബു ഉടനെ തന്നെ നാട്ടിലേക്ക് പോകുവാനായും തീരുമാനിച്ചു. അമിഷ്ടയും രത്നയും കൂടിയാണ് അവളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതും. അവളാണെങ്കിലോ പോകുവാൻ ഉദ്ദേശിക്കുന്നത് പഴയതുപോലെയല്ല, മുഖത്ത് ആ ഒരു പർദ്ദ ധരിക്കാതെയാണ് അവൾ പോകുന്നതും. അത് കാണുന്ന അമിഷ്ട ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പോകുന്നത് ഉറപ്പിച്ചോ? നിന്നെ അവർ കൊന്നുകളയും, നിന്നെ അവർ ആ ഒരു കിണറ്റിൽ സമാധിയാക്കും, നീ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കെന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല. എൻ്റെ ഗ്രാമത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, അവരെ എല്ലാവരെയും എനിക്കിതിൽ നിന്നും പുറത്തു കൊണ്ടുവരണം, ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് എനിക്കവരെ വിശ്വസിപ്പിക്കണം എന്നും പറഞ്ഞാണ് അവളാണെങ്കിലോ നേരെ കാറിൽ നിന്നിറങ്ങി ഗ്രാമത്തിലേക്ക് പോകുന്നതും. അവളെ കണ്ടതും ഗ്രാമവാസികൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ആദ്യമായിട്ടാണ് പർദ്ദ ധരിക്കാതെ ഒരു പെൺകുട്ടി അവരുടെ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നതും. അത് നമ്മുടെ സുബ്ബുവിനെ കണ്ടതും എല്ലാവരും അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നതും. സുബ്ബു ആ ഗ്രാമത്തിലേക്ക് വന്ന ഉടനെ തന്നെ ആ ഒരു പ്രസവ വേദന എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയിലെ അവൾക്ക് ബോധം പോകുന്നു. അവളുടെ വയറ്റിലെ കുഞ്ഞിനും അനക്കമില്ലാതായിരിക്കുകയാണ് എന്നുള്ള കാര്യം ഗ്രാമവാസികളും അറിയുന്നു. അതോടുകൂടി ആ പെൺകുട്ടിയുടെ ഭർത്താവാണെങ്കിലോ സുബ്ബുവിനെ അടിച്ചു കൊല്ലുവാനുള്ള ദേഷ്യത്തിൽ ഒരു കമ്പുമായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. പർദ്ദ ധരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയെന്ന് കരുതിയാണ് എല്ലാവരും അവളോട് അങ്ങനെ പെരുമാറുന്നതും. ഉടനെ തന്നെ സുബ്ബുവിന്റെ അച്ഛനാണെങ്കിലോ എവിടെ നിന്നും ഒരു തുണി എടുത്തുകൊണ്ടുവന്ന് സുബ്ബുവിന്റെ മുഖം മറയ്ക്കുവാനായി നോക്കും. എന്നാൽ സുബ്ബു അത് വലിച്ചു ദൂരേക്ക് എറിയുകയാണ് ചെയ്യുന്നതും. സുബ്ബു വീണ്ടും പർദ്ദ ധരിക്കാതെ മുന്നോട്ട് തന്നെ അവൾ നടക്കുന്നു. അതേ സമയമായിരുന്നു ആ ഒരു പെൺകുട്ടിക്ക് വീണ്ടും ബോധം വന്നതും അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതും. അതോടുകൂടി ഇതുവരെയും നടന്നു പോയിരുന്ന അവർ ആചരിച്ചു വന്നിരുന്ന ആചാരങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായി. പെൺകുട്ടി പ്രസവിച്ചുവെന്നറിഞ്ഞതും അവളുടെ ഭർത്താവ് ആ ഒരു കമ്പം താഴെയിട്ടിട്ട് ഉടനെ തന്നെ തന്റെ കുഞ്ഞിനെ കാണുവാനായിട്ട് ഓടി ചെല്ലും. അതോടുകൂടി ഗ്രാമവാസികൾക്ക് സുബ്ബു തെറ്റുകാരിയല്ല എന്നും ഈ ഒരു പർദ്ദ കാരണമല്ല അവരുടെ നാട്ടിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതെന്നും അവർക്ക് മനസ്സിലായി. നടന്നു പോകുന്ന സുബ്ബു നേരെ വരുന്നത് ജ്വാലാംബിക ദേവിയുടെ മുന്നിലേക്കാണ്. ദേവിയെ തൊഴുതതിനു ശേഷം ദേവിയുടെ മുഖത്തും ഒരു തുണി കൊണ്ട് ചുറ്റിയിരുന്നില്ലേ, ആ തുണി അവൾ വലിച്ചഴിച്ച് ദൂരേക്ക് കളയുന്നു. അന്നാണ് ആ ഒരു ഗ്രാമവാസികൾ ദേവിയുടെ രൂപം നന്നായിട്ടൊന്ന് കാണുന്നത് പോലും. സുബ്ബുവിന്റെ പ്രവൃത്തിയിലൂടെ മറ്റ് സ്ത്രീകളും പർദ്ദയിൽ നിന്നെല്ലാം പുറത്തേക്ക് വരുവാനായും ആരംഭിച്ചു. ആ ഒരു സീൻ അവിടെ കെട്ടായി പിന്നീട് കാണിക്കുന്നത് സുബ്ബു ഇപ്പോൾ ഹിമാചലിലാണുള്ളത്. അവളാണെങ്കിലോ അവിടെ മാകെ അവളുടെ സ്വാതന്ത്ര്യം ആഘോഷിച്ച് നടക്കുന്നു. മുൻപ് അവൾ അറിയാതെയാണല്ലോ ആ ഒരു ഫോട്ടോഗ്രാഫർ അവളുടെ ഫോട്ടോ എടുത്തതും. എന്നാൽ ഇന്നവൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫറിന് ഫോട്ടോ എടുക്കുവാനായി നിന്നു കൊടുക്കുകയാണ്. എന്നിട്ടവൾ പറയുന്നത് തന്റെ ഗ്രാമത്തില് അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് ഒരുപാട് സ്ത്രീകൾ കഴിയുന്നുണ്ട്, അവരെല്ലാവരും അവളെ പോലെ നല്ല രീതിക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കണം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ സുബ്ബുവിന്റെ ഫോട്ടോ ആ ഒരു ക്യാപ്ഷനോട് കൂടി വീണ്ടും മാഗസീനിലൊക്കെ അച്ചടിച്ചു വരുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.